മരണം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ പര്യവസാനം അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ, മരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ പര്യവസാനം അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ ഒരിക്കലും സയനിസ്റ്റുകൾക്ക് പരാജയപ്പെടുത്താൻ കഴിയില്ല. മരണഭയം ഇല്ലാത്തവനെ തോൽപ്പിക്കാൻ ലോകത്തിൽ ഒരു ആയുധവും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് ഗസയിലെ മനുഷ്യർ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഡോൾഫ് ഹിറ്റ്ലർ ഒരു കാലത്ത് 60 ലക്ഷത്തോളം വരുന്ന യഹൂദ വിശ്വാസികളായ ആളുകളെ അരുംകൊല ചെയ്തുകൊണ്ട് വംശഹത്യ നടത്തുമ്പോ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അഭയത്തിന് വേണ്ടിയിട്ട് അവർ ഓടി നടക്കുമ്പോ, അന്ന് ഉസ്മാനിയ ഖിലാഫത്ത് ഒട്ടോമൻ തുർക്കിയുടെ ഖലീഫ ആ പടിഞ്ഞാറൻ രാജ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി. മുഴുവൻ യഹൂദ വിശ്വാസികൾക്കും മുഴുവൻ ജൂതന്മാർക്കും ഈ ഫലസ്തീനിന്റെ മണ്ണ് അഭയം നൽകും. കിടക്കാൻ ഇടം, കഴിക്കാൻ ഭക്ഷണം, ഉടുക്കാൻ വസ്ത്രം, നിങ്ങൾക്ക് സുരക്ഷിതത്വം. ഒരു അക്രമിയും ഒരു അഡോൾഫ് ഹിറ്റ്ലറും ഈ ഫലസ്തീനിന്റെ മണ്ണിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരു യഹൂദനെയും ആക്രമിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് കിടക്കാൻ ഇടം കൊടുത്ത ആ ഫലസ്തീനിന്റെ മണ്ണിൽ ഒടുവിൽ ആ അഭയം കൊടുത്തവർക്ക് കിടക്കാൻ ഇടമില്ലാതെ ജീവിക്കാൻ സ്വൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ മാറ്റുമ്പോ, അതിനെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന ആളുകളാണ് ഈ ഗസയിലുള്ള ഈ പോരാളികളെന്ന് നാം ഓർത്തെടുക്കേണ്ടതുണ്ട്. കമാൻ see the blood on street. സമൂഹം ഒന്നടങ്കം ലോകത്തോട് വിളിച്ചു പറയുന്നു, come and see the blood on street. ഗസയുടെ തെരുവിൽ ചിതറി വീണ ആ രക്തപ്പൂക്കൾ ആരുടേതാണ്? തെരുവ് മുഴുവൻ രക്തമാണ്, മനുഷ്യന്റെ കബന്ധങ്ങളാണ്. അത് ആരുടേതാണ്? ഈ പോരാട്ട വീര്യമുള്ള, നേരത്തെ എന്റെ സുഹൃത്ത് വിളിച്ച മുദ്രാവാക്യത്തിൽ പറഞ്ഞ രണശൂരരായ പോരാളികളുടേതാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഐക്യദാർഢ്യം കൂടുന്നത്. അതോടൊപ്പം അവസാനത്തെ പള്ളിയും തകർക്കപ്പെടുന്ന, അവസാനത്തെ ചർച്ചും തകർക്കപ്പെടുന്ന ഗസയുടെ മണ്ണിൽ പള്ളിയുടെ മിഹ്റാബിൽ നിന്നുകൊണ്ട് ഒരു പണ്ഡിതൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കരുതണ്ട, ഗസ എന്ന് പറയുന്നത് ഫലസ്തീനിന്റെ ഇടയിലുള്ള ഒരു പ്രദേശം മാത്രമായിരിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കേണ്ട. കാരണം ഗസ എന്ന് പറയുന്ന ആ അവസ്ഥ, ഗസ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അറബിയുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട്, അറബിയല്ലാത്തവന്റെ രാജ്യത്തേക്ക് വരുന്നുണ്ട്. എന്തായിരുന്നു ആ സന്ദേശം? നമ്മൾ വിളിക്കുമ്പോ, ഗസക്ക് വേണ്ടി ഐക്യദാർഢ്യത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോ അതിനെതിരെ ശബ്ദിക്കുന്നവരുണ്ട്, ഫലസ്തീനിന് എതിരെ ശബ്ദിക്കുന്ന ആളുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, 10,000 വരുന്ന മനുഷ്യന്റെ വോട്ടവകാശം റദ്ദ് ചെയ്തുകൊണ്ട്, അവർക്ക് കിടക്കാനുള്ള ഇടം നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട്, അവർ ഇന്ത്യയുടെ പൗരന്മാരല്ല എന്ന് ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യയോട് പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ തുറങ്കിലെടുക്കുന്ന 10,000 മനുഷ്യരുള്ള ആസാമിന്റെ മണ്ണിൽ ഗസയുണ്ട്. ബുൾഡോസറുകൾ ഉപയോഗിച്ചുകൊണ്ട് കിടപ്പാടങ്ങൾ തകർക്കുകയും, മസാറെ ഷരീഫുകൾ തകർക്കുകയും, ദർഗകൾ തകർക്കുകയും, അവരുടെ ആരാധനാലയങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്ന നിലവിളികളുടെ മണ്ണായ യുപിയിൽ ഗസയുണ്ട്. ആയിരക്കണക്കിന് വരുന്ന നിരപരാധികളായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരെ തെരുവിലിട്ട് അരുംകൊല ചെയ്ത ഗുജറാത്തിന്റെ മണ്ണിൽ ഗസയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫലസ്തീനിന്റെ മണ്ണിൽ ബോംബുകൾ ചീറിപ്പാഴുന്ന, മിസൈലുകൾ ചീറിപ്പായുന്ന ഗസയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ ആ പള്ളിയുടെ ഇമാമ് ആ മിഹ്റാബിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, ഗസ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന്. ഞാൻ നിർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ ഇതിന് മറുപടി പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? മനുഷ്യന്റെ ഒരു അവസ്ഥയെയും ഒരു സമൂഹത്തിന്റെ അവസ്ഥയെയും അല്ലാഹു തമ്പുരാൻ, ദൈവം മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ നിരാശരാകുകയാണ്, ദൈവം മാറ്റാൻ ആഗ്രഹിക്കുന്നില്ലേ? ആ വാചകം പൂർത്തീകരിക്കുന്നതാണ് അവൻ സ്വയം മാറാൻ തീരുമാനിക്കുന്നത് വരെ. Allah will never change the condition of a community until they change themselves. ഒരിക്കലും മാറ്റുകയില്ല. സ്വയം മാറണമെന്ന ആഗ്രഹം ഉള്ളതുവരെ മനുഷ്യന്റെ മനസ്സിൽ, ദളിതന്റെ മനസ്സിൽ, മുസ്ലിമിന്റെ, ക്രൈസ്തവന്റെ, കമ്മ്യൂണിസ്റ്റിന്റെ മനസ്സിൽ നിങ്ങൾ വേട്ടയാടപ്പെടുന്നവരാണ്, നിങ്ങൾ ആക്രമിക്കപ്പെടുന്നവരാണ്, നിങ്ങൾക്ക് ജയിലറകളുണ്ട് എന്ന് ഭീഷണിപ്പെടുത്തുമ്പോ അവന്റെ മനസ്സിൽ ഞാൻ ഒരു ഇരയാണെന്ന ബോധ്യത്തെ കുത്തിവെക്കുന്ന ഒരു ഇസ്ലാമോ ഫോബിയ പോലെയുള്ള ഒരു ഫോബിയയെ നിർമ്മിച്ചെടുത്തവർ തന്നെയാണ്, അവർ തന്നെയാണ് അക്രമങ്ങൾ ഉണ്ടാക്കുന്നത്. ആ
ആ വിക്ടിം മെന്റാലിറ്റി, ഇരയാണെന്ന ബോധത്തെ ഇല്ലായ്മ ചെയ്യാനാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മനോഭാവങ്ങളെ മാറ്റിവെക്കുക, ആറ്റിറ്റ്യൂഡുകളെ മാറ്റിവെക്കുക, ശരിയായതിനെ തിരിച്ചറിയുക, ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിലേക്ക് പങ്കാളികളാകുവാൻ എന്നുകൂടിയിട്ടാണ് ഗസയുടെ മണ്ണിൽ നിന്ന്, ചോരയുടെ മണ്ണിൽ നിന്ന്, മരണത്തിന്റെയും വിലാപത്തിന്റെയും മണ്ണിൽ നിന്നുകൊണ്ട് നമുക്ക് ഇന്ത്യക്കാർക്ക്, ഈ കേരളത്തിലെ കുന്നുകരയിലെ പാവപ്പെട്ട നമ്മൾക്ക് വേണ്ടി അവർ നൽകുന്ന സന്ദേശം, ആയിരം ഐക്യദാർഢ്യത്തിന്റെ വാക്കുകൾ ഹൃദയത്തിൽ നിന്നുകൊണ്ട് ഈ വേദിക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും.